വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ലെങ്തി ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇത് 2 വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2.5 അളവിൽ വരുന്നതാണിത്. 2.5 ആണ് 2.5. അപ്പോൾ 2.5യുടെ ഇതിൽ കര മാത്രമാണിത്. കണ്ടോ, ഇതിന് മുള്ളോത്ത് കര എന്നാണ് പറയുന്നത്. കാരണം മറ്റത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ്, ഭയങ്കര ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന തുണിയാണ്, ഒട്ടും സ്റ്റിഫല്ല. ഇത് ഭയങ്കരമായിട്ടും ഇങ്ങനെ ഒരു തുണിക്ക് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇഴയെടുപ്പം കുറച്ച് കൂടുതലായിരിക്കും, കുറച്ചുകൂടി അടുത്തടുത്ത കരയായിരിക്കും, എന്നുവെച്ചാൽ അടുത്തടുത്ത നൂലിഴകളായിരിക്കും. അതിൻ്റെ 2.5, അതായത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞവരോ കുറച്ച് നല്ല വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ ആൾക്കാർക്കോ ഒക്കെ പറ്റിയ സെറ്റുമുണ്ടാണിത്. അപ്പോൾ ഇത് റൗണ്ട് ചെയ്യുന്ന അളവ് ചെറുതായിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കാറ്റഗറിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൻ്റെ ഒരു റെഡ് ലൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റെഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്, റെഡ് ആണെന്ന് റെഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൗസ് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. അങ്ങനത്തെ ഒരു കരയാണ്. ഇതൊരു ബ്രൈറ്റ് ഓറഞ്ച് ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതൊരു ബ്രൈറ്റ് ഓറഞ്ച് ആണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഈവൻ ഈ ഒരു സെറ്റ് മുണ്ടിന് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് പോലത്തെ ഒരു ബ്ലൂ ബ്ലൗസ് ആണെങ്കിൽ പോലും ഇതിന് ഓക്കെ ആണ്. കാരണം അത് അങ്ങനെയാണ്, ഇതിന് ഡാർക്ക് ആയിട്ടുള്ള ഏത് ഷെയ്ഡ് ഇട്ടാലും ഇതിന് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഒരു കര വരുന്നത് കൊണ്ട് തന്നെ ഇത് തേച്ച കരയാണ്, ഇത് കട്ടിക്കരയല്ല, തേച്ച കര എന്നാ പറയുക. ഇതിൻ്റെ ഈ കരയ്ക്ക് തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ നല്ല ഒതുങ്ങിയിരിക്കും, നല്ല ഷേപ്പിലായിട്ട് ഒതുങ്ങിയിരിക്കും. എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇത് ഉടുക്കാൻ പറ്റും. അത് സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡുണ്ട്, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇതാണ്. ഈ ബ്ലൗസ് ഇതിന് മാച്ച് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് ഇതുപോലത്തെ ഒരു ലൈറ്റ്, ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ലൈറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ബ്ലൗസസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇതങ്ങനെ അത്ര ഒരു അമ്പലം പോകാനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫങ്ഷൻ, ഒരു തലേദിവസം കല്യാണത്തലേന്ന് അങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ എനിക്ക് ഈ പൊതുവെ കസവിനേക്കാൾ കൂടുതൽ ഇതുപോലത്തെ കര സെറ്റ് മുണ്ടുകളാണ് ഇഷ്ടം. അപ്പോൾ കുറച്ചുകൂടി എനിക്കെന്തോ അതാണ് കൂടുതൽ ഇഷ്ടം. കുറച്ചുകൂടി സ്റ്റൈൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഗോൾഡ് സെറ്റ് മുണ്ട് വരുമ്പോൾ നമുക്ക് ഗോൾഡ് തന്നെ ജ്വല്ലറീസ് ഇടേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് എന്ത് വേണേലും ഇടാം. നമുക്ക് മെറ്റൽ ഇടാം, പേൾസ് ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ഇടാൻ പറ്റും. ഇതെല്ലാം 2.5 ആണ് 2.5. ഇത് അതിൽ കൂടെ കുറച്ചും കൂടി സിമ്പിളായിട്ട്, ഇത് കുറച്ചും കൂടിയൊക്കെ പ്രായമായ അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓണക്കോടി കൊടുക്കാൻ പറ്റിയ ഇതാണ്. ഇതൊരു ഡാർക്ക് ഗ്രീനും ഓറഞ്ചുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പം നിങ്ങൾക്കൊരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഇതുപോലത്തെ ത്രെഡ് പോലെ വരുന്ന ബ്ലൗസ് ഇട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കണ്ടോ, വളരെ സിമ്പിളാണ് ഇത്. നല്ല സിമ്പിളാണ്. നല്ല പ്രായമായിട്ടുള്ള അമ്മമാർക്ക് ഇതിപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ഇപ്പോൾ യങ്സ്റ്റേഴ്സും ഇങ്ങനത്തെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് ഏജ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. കുറച്ചും കൂടി വണ്ണം കുറഞ്ഞതോ പൊക്കം കുറഞ്ഞതോ ഒക്കെ ആണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇങ്ങനെ ചുറ്റേണ്ടി വരും, ഒരുപാട് മടക്കി കുത്തേണ്ടി വരും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ 2.5യുടെ അളവ് വരുന്ന സെറ്റ് മുണ്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി അതിൽ വരുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു കസവിൻ്റെയാണിത്. ഇത് ഭയങ്കര ചെറിയ കസവും ബ്ലൂ പ്രിൻറ്റും വരുന്നതാണ്. അപ്പോൾ ഇതിന് ഈ ബ്ലൗസ് വേണമെങ്കിൽ ഇത് മാച്ച് ചെയ്യാം, ഈ ബ്ലൂ കളറിൽ. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും എടുക്കാം. ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ, നല്ല കസമല്ലേ, നല്ല കുഞ്ഞ് പ്രിൻറ്റും ചെറിയ കസവും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എടുക്കാം. ഇതും 2.5 ഇതിൻ്റെ അളവ് വരുന്നേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
2.5 അളവിൽ വരുന്ന സെറ്റും കൊണ്ട് കുറച്ച് കാണിച്ചാണ്. 2.5യുടെ ഇനിയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം കൂടുതലും സെറ്റും കൊണ്ട് എടുക്കുന്നവരെല്ലാവർക്കും കുറച്ച് 2.50, 2.8 ആവശ്യമുള്ളവരാണ്, 2.25. അപ്പം 2.5 ആവശ്യം വരുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മാത്രമേ ഞാനത് എടുക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ 2.5 പ്രൊവൈഡ് ചെയ്യുന്ന എന്ന് വെച്ചാൽ പ്രിഫർ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അത് ആവശ്യമുണ്ട്, എനിക്ക് 2.5ൻ്റെ സെറ്റും കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു തരും. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി കുറച്ച് സെറ്റ് സാരികളും സെറ്റ് മുണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ വരാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഒരു കുറച്ച് കാറ്റഗറി ഒരു സാധനങ്ങൾ സാരികളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.